മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി പാക് വംശജനായ കനേഡിയൻ വ്യവസായി തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ അമേരിക്കൻ കോടതിയുടെ ഉത്തരവ്. US അപ്പീൽ കോടതിയുടേതാണ് ഉത്തരവ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാണ് റാണയെ കൈമാറ്റം ചെയ്യുക. വി ബാലഗോപാൽ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകും. ബാലഗോപാൽ, ഏറെ കാലമായിട്ടുള്ള ഇന്ത്യയുടെ ആവശ്യമാണ്. തീർച്ചയായും അന്വേഷണത്തിൽ ഏറെ നിർണായകവുമായ ഒരു നടപടിയുമാണല്ലേ? തീർച്ചയായും ദിവേഷ്, വളരെ നിർണായകമായ ഉത്തരവാണ് ഇപ്പോൾ അമേരിക്കൻ അപ്പീൽ കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി പാക് വംശജനുമായ കനേഡിയൻ വ്യവസായി തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുവാനാണ് ഇപ്പോൾ US അപ്പീൽ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാണ് ഈ റാണയെ കൈമാറ്റം ചെയ്യുന്നത്. റാണയുടെ കുറ്റകൃത്യം വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യ നൽകിയിട്ടുണ്ട് എന്നും കോടതി, അപ്പീൽ കോടതി തങ്ങളുടെ ഈ വിധിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മുംബൈ ഭീകരാക്രമണങ്ങളിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് ഇന്ത്യയിലേക്ക് വിചാരണയ്ക്ക് കൈമാറാൻ നേരത്തെ മജിസ്ട്രേറ്റ് ജഡ്ജി നൽകിയ ഉത്തരവിനെതിരെ തഹാവൂർ റാണ സമർപ്പിച്ച ഹർജി കാലിഫോർണിയയിലെ സെൻട്രൽ ഡിസ്ട്രിക്റ്റിലെ ജില്ലാ കോടതി തള്ളിയിരുന്നു. ഈ വിധി ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ US അപ്പീൽ കോടതിയുടെ നിർണായകമായ ഈ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. കുറ്റവാളികളെ കൈമാറുന്നതിനുള്ള ഉടമ്പടിയിൽ റാണയുടെ കുറ്റകൃത്യം വരുമെന്നും ഈ US അപ്പീൽ കോടതി പുറപ്പെടുവിച്ച ഈ ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ അല്ലെങ്കിൽ വളരെ അനുകൂലമായ ഒരു ഉത്തരവാണ് ഇപ്പോൾ US അപ്പീൽ കോടതിയിൽ നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ശരി, ബാലഗോപാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.